അവിടെ ശിഷ്യൻ ഉപനിഷത്തിലെ ശിഷ്യനായതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഗുരുനാഥൻ്റെ അടുത്ത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാവും അപ്പം തന്നെ, അല്ലേ? കാരണം എനിക്ക് അറിയില്ല എന്നാ പറയണത്, നിന്നോട് ഉപദേശിക്കാൻ എനിക്ക് അറിയില്ല. യത് വാചാ അനഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ, വാക്കുകൊണ്ട് യാതൊന്നിനെ വെളിപ്പെടുത്താൻ കഴിയില്ലയോ, അതിനോടാണ് ഉപദേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ അജ്ഞാനം കൊണ്ടല്ല. അപ്പം പിന്നെ ഉപനിഷത്തുക്കളൊക്കെ എന്താ? അവാച്യമായതിനെ എങ്ങനെയെങ്കിലും ശിഷ്യനുള്ളിൽ, സാധകനുള്ളിൽ ഒരു പ്രത്യയം ജനിപ്പിക്കാൻ വേണ്ടി വാക്യജാലങ്ങളെ ഉപയോഗിക്കുകയാണ് ഗുരുനാഥന്മാർ. അതുകൊണ്ട് തന്നെ വേദാന്ത വാക്യങ്ങളൊന്നും പൂർണ്ണമല്ല. കാരണം പറയാൻ പറ്റാത്തതിനെ പറയാൻ ശ്രമിക്കുകയാണ്. പറയാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ് വേദാന്തോപദേശങ്ങൾ. മറ്റ് വർത്തമാനങ്ങളൊന്നും അങ്ങനെയല്ല. മറ്റ് വർത്തമാനങ്ങളൊക്കെ എനിക്ക് സാധിക്കും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പറയണത്, അല്ലേ? ഇല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ, ഉദ്ദേശിക്കുന്ന അർത്ഥബോധത്തെ കേൾക്കുന്ന ആളിൽ ജനിപ്പിക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്, സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ വേദാന്തോപദേശം ചെയ്യുന്ന ഗുരുനാഥൻ അറിയാം എന്ത്, ഇത് വാക്കുകൊണ്ട് സ്പഷ്ടാവില്ല, ഇത് അറിഞ്ഞും കൊണ്ടാണ് വാക്ക് പറയണത്. എന്ത് വിഡ്ഢിത്തം നല്ലൊരു വേദാന്തം പോലെ ഒരു വിഡ്ഢിത്തം വേറെ ഇല്ല. കാരണം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണത്. എങ്ങനെ ഏത് പദപ്രയോഗങ്ങളിലൂടെ ശ്രോതാവിൽ സൂക്ഷ്മബുദ്ധിയെ ജനിപ്പിക്കാൻ പറ്റുമോ, ഏത് പദപ്രയോഗങ്ങളിലൂടെ ശ്രോതാവിൽ വിചാര സാമർഥ്യം ജനിപ്പിക്കാൻ പറ്റുമോ, അത്തരം വാക്യങ്ങളൊക്കെയാണ് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ പൂർണ്ണമായി ആത്മവസ്തുവെ ഉപദേശിച്ചു എന്നോ ഉപദേശിക്കാമെന്നോ ഉള്ള സ്ഥിതിയില്ല. ഇതെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ശാസ്ത്രവാക്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിയത് തന്നെയാണ്. ശബ്ദാനേവ പഠസ്യാഹോ തേഷാം അർത്ഥം ന പശ്യസി എന്ന് ആചാര്യൻ നമ്മളെ കളിയാക്കുന്നുണ്ട്. നിനക്ക് ഒരുപാട് ശബ്ദങ്ങൾ അറിയാലോടാ, അതിൻ്റെ അർത്ഥം നിനക്കറിയില്ലല്ലോ എന്ന്. ഒരുപക്ഷെ വിരുദ്ധങ്ങളെന്ന് പോലും തോന്നിപ്പിക്കുന്ന ഉപദേശങ്ങളെ ഗുരുനാഥൻ ചെയ്യും. തദ്ദേജതി തന്നൈജതി, അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. തദ്ദൂരേ തദ്വന്തികേ, അത് ദൂരെയാണ്, അത് അടുത്താണ്. തദന്തരസ്യ സർവസ്യ തത് സർവസ്യ ബാഹ്യത, അതെല്ലാത്തിൻ്റെ അകത്താണ്, എല്ലാത്തിൻ്റെ പുറത്താണ്. എന്താ അപ്പം അത് വിരുദ്ധം പറയണത് എന്ന് നമുക്ക് തോന്നും.